ടൂർ പ്ലാനിംഗ് മുതൽ തിരിച്ചെത്തുന്നതുവരെ ഒരു പ്രൊഫഷണൽ ടൂർ എക്സിക്യൂട്ടീവിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. റോയൽ കേരള ഹോളിഡേയ്സ്, കൊച്ചിൻ ആൻഡ് പുനലൂർ. കേരള രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്തപ്പെടാനാകാത്ത കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവ് ശ്രീ പി സി ജോർജ്. അരനൂറ്റാണ്ടിനേറെ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ട ഒരു ഓർമ്മയുണ്ടോ? ഏതായിരുന്നു? എനിക്ക് അങ്ങനെ പ്രതിസന്ധി ഇല്ലെന്ന്, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ആരിതൊക്കെ ശ്രദ്ധിക്കുന്നു, ഞാൻ എൻ്റെ വഴിക്ക് പോകും. പ്രതിസന്ധി കൊണ്ടിരിക്കുന്നവർക്ക് 2022 പോലീസ് വന്ന് വളഞ്ഞ തിരുവനന്തപുരത്ത് നിന്ന് വലിയ വണ്ടിയും കൊണ്ടുവന്ന് ഈ വീട് വളഞ്ഞ് ഇവിടെ അറസ്റ്റ് ചെയ്യുന്നു. ഞാൻ ചിരിച്ചു. ജയിലിലെ അനുഭവം? ജയിലിൽ പോയില്ല. എന്തർത്ഥം? അങ്ങനെയൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത പഠിക്കണം. എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്, അതോടൊപ്പം ലെജിസ്ലേച്ചറുണ്ട്. പാർലമെൻറ്റും മന്ത്രിസഭയും സുപ്രീം കോടതി, നിയമസഭയും ഹൈക്കോടതിയും താഴെ കോടതികളും, അതോടൊപ്പം നമ്മുടെ ഗവൺമെൻറ്. ഇത് മൂന്നും പാരലായിട്ട് പോവുകയാണ്. മൂന്നും തുല്യ അധികാരമാണ്. പക്ഷേ വേറെ പ്രത്യേകതയുണ്ട്. എക്സിക്യൂട്ടീവ് പിഴയ്ക്കാം. മന്ത്രിമാരാരെങ്കിലും കൈക്കൂലിക്കാരനോ വെണ്ണുവൃത്തക്കാരനായപ്പോൾ പഴിച്ചത്. ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പം MLA ശരിയാതെ പോയാൽ അതും പഴിച്ചതാകും. പക്ഷെ ജുഡീഷ്യറി പഴകില്ല. ജുഡീഷ്യറി എന്ന് പറയുമ്പം ഭരണഘടന അതുപോലെ സ്ഫുടം ചെയ്തുണ്ടാക്കിയാണ് ജുഡീഷ്യറി. അതായത് സുപ്രീം കോടതി, ഹൈക്കോടതി, അല്ലെ സെഷൻ കോടതി ആയിക്കോട്ടെ, ഒക്കെയുള്ള കോടതി എന്ന് പറയുമ്പോൾ കോടതിയിലൊക്കെ ഇരിക്കുന്ന ജഡ്ജിമാർ അവർക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ അവർ ആ കസേര കയറി കഴിയുമ്പോൾ ഒരു 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 ഭൂതം കയറുന്ന പോലെയാണ് ദൈവം അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. അവരും തെറ്റുണ്ടാകാറില്ല. രാഷ്ട്രീയം വെച്ച് അവർക്ക് വിധി പറയാൻ വേണം, ചെയ്യാം, അവർ ചെയ്യല. അത് പല ഉദാഹരണം പറയാം. പല ഹൈക്കോടതി നോക്കണം, പല ബെഞ്ചിന് മുന്നേ വരുമ്പം ചില ആളുകൾ വരുമ്പം അവരുടെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ബെഞ്ച് മാറും, ജഡ്ജി മാറും, പറ്റുകയെന്ന് പറയും, ഞാൻ കേൾക്കലെന്ന് പറയും. ഏകദേശമൊക്കെ മാഞ്ഞുപോയ ഒരു സംഭവമാണ് സരിത ഉയർത്തിക്കൊണ്ടുവന്ന ലൈംഗിക അപവാദം. അത് വയോധികനായ ഏറ്റവും കേരളം ആദരവോടെ ഇന്നും അദ്ദേഹം മൺമറഞ്ഞു പോയെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാനാകാത്തൊരു വ്യക്തിത്വമാണ് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ പേരിലും ഇതേ അപവാദം ഉന്നയിക്കും. ഞാൻ മിസ്റ്റർ ദേവൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആ സ്ത്രീ മരിക്കാറായി കിടക്കുന്ന കേട്ടത് എനിക്കറിയില്ല. ഞാൻ ഉദാഹരണം, ഉമ്മൻചാണ്ടി ഞാനുള്ള ഭയം അത്ര വലുതായിരുന്നു. ഞാൻ ഉമ്മൻചാണ്ടിക്ക് ആയിട്ട് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടായി, എന്തുമായിട്ട് സരിതയായിട്ട് ബന്ധപ്പെട്ടാണെന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു ദിവസം നിയമസഭയിൽ ഞാൻ ജീവിപ്പാണ്. അന്നേരം ഈ സ്പീക്കർ ഏത് കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ജീവിപ്പാനുള്ള അഭിപ്രായം പറയട്ടെ. ഞാനായിട്ട് അഭിപ്രായം പറയുമ്പോൾ മുഖ്യമന്ത്രി ഏറ്റു ഉമ്മൻചാണ്ടി വെച്ച് ഞാൻ പറഞ്ഞ അഭിപ്രായം തന്നെ ഇച്ചിരി മാറ്റം വരുത്തി പുള്ളി പറഞ്ഞു. അതായത് എനിക്കിട്ടൊന്ന് കൊട്ടിയതാണ്, ചെറിയൊരു കൊട്ട. ഞാൻ മിണ്ടിയില്ല, ഞാൻ ചിരിച്ചു. ഞാൻ പണക്കണ്ട കാര്യം അദ്ദേഹത്തിനുണ്ടായ വികാരം എന്ന് എനിക്കറിയാം. ഞാൻ നേരെ ഓഫീസിലോട്ട് പോയി. 2ാം നിലയില നിയമസഭയുടെ 2ാം നില ചെന്ന് ഓഫീസിൽ ചെന്ന് ഒറ്റപ്പാടെടുത്തു. ബഹുമാനപ്പെട്ട സ്പീക്കർ, ഞാൻ വ്യക്തിപരമായ കാരണം ഇത് വ്യക്തിപരം എഴുതി, വ്യക്തിപരമായ കാരണത്താൽ ചീഫ് പ്രസിഡന്റ് രാജിവെച്ചിരിക്കുന്നു. അതിൻ്റെ കോപ്പി ടു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊടുത്തു. സ്പീക്കറെ ഞാൻ കൊണ്ട് നേരിട്ട് കൊടുത്തു. ആ സ്പീക്കർ അയ്യോ നോ കമൻ്റ് ഒന്നും, ഞാൻ രാജിവെച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ സ്വഭാവം അറിയാമല്ലോ, മിണ്ടിയില്ല അവർ. മുഖ്യമന്ത്രി കൊടുത്തു. ഞാൻ എന്നിട്ട് മുറിലിരിക്കുമ്പം ഠെണ്ണ് ഇത് കത്ത് കിട്ടുക ഉമ്മൻചാണ്ടി പാഞ്ഞ് ഓഫീസിൽ. ഞാൻ ചേട്ടാ ഇരിക്കുന്നു, ഞാൻ ഏറ്റു ചേട്ടനെ കെട്ടിയിരുത്തി. ഞാൻ പറയും ഇതെന്തിനാ? ഞാൻ ചേട്ടാ നമ്മൾ തമ്മിലൊരു ബന്ധം വഷളാകട്ടെ. ഞാൻ ചേട്ടൻ ഇന്ന് എനിക്ക് ഇതായിട്ട് പറയും, ചേട്ടൻ നേരത്തെ എന്നോട് അഭിപ്രായ വ്യത്യാസം ഞാൻ രാജിച്ചു തന്നാൽ ചേട്ടൻ എന്തിനാ നിയമസഭയ്ക്കകത്ത് പരസ്യമായിട്ട് വൃത്തികൾ കാണിച്ചു? മോശമല്ലേ കാണിച്ചു? അല്ല അങ്ങ് സംഭവിച്ചു. ഞാൻ സംഭവിച്ചോട്ടെ, ഞാൻ പിരിഞ്ഞിരിക്കുന്നു, ഞാൻ ഇനിയില്ല. ചേട്ടന് ഒരു കുഴപ്പം വേണം, ഞാൻ ചേട്ടൻ്റെ കൊടുത്ത് കാണും, ധൈര്യമായിട്ട് നിന്നോളാൻ പറഞ്ഞു. ഒരു കാരണവശാൽ ചേട്ടനെ വിട്ടു പോകുന്ന പ്രശ്നമില്ല, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. ഞാൻ പുള്ളിക്ക് ഓപ്പൺ സൈഡായിരുന്നല്ലോ. പുള്ളി 14 ജില്ലയിലും ജനസമ്പർക്ക പരിപാടി, അതിൽ 9 ജില്ലയിൽ ഞാനാണ് പോയത് ഇപ്പോൾ ഉണ്ടത്. അതായത് ഞാൻ പോയി ബാക്കി MLA ഉണ്ട്. പക്ഷേ പുള്ളി എല്ലാ ജില്ലയിലും ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ തരുന്നത് പോലെ തന്നെ നിവേദനം ജോറി ഇന്ത്യയിലും കൊടുക്കാം, അവിടെ ഞാൻ ഇരുന്ന പോലെ ഓർഡർ ജോറി കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് വിശ്വാസം. അങ്ങനെ
അത് എന്നോട് ചെവി പറഞ്ഞു തന്നു, എന്നെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നു. അതുപോലെ ചെയ്തു എല്ലാം. ബാക്കിയെല്ലാം ചാക്കി കെട്ടി ഞങ്ങൾ തിരുവനന്തപുരത്ത് തൊട്ട് അതുപോലെ ഞങ്ങൾ നോക്കി. അറിയാം, എല്ലാവരും പറയും ചാക്കി കെട്ടി കൊണ്ടുപോയതെല്ലാം ചുമ്മാ കള്ള. ഇല്ല, ചാക്കി കെട്ടി കൊണ്ടുപോയ ഈ 14 ജില്ലയിലെ ജനങ്ങളുടെ നിവേദനം ഞങ്ങൾ ഓർഡർ ഇടാത്തതെല്ലാം ഓരോന്നോരോന്നെടുത്ത് ഞാനും കൂടി ഇരുന്നുകൊണ്ട് ഉമ്മൻചാണ്ടി എടുത്ത് പരിശോധിച്ച് ഉമ്മൻചാണ്ടി തീരുമാനമുണ്ട്. അതാ പറഞ്ഞു, ഇതുപോലൊരു ജനകീയ നേതാവ് ഉണ്ടായില്ലെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട്. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. പിന്നെ ദൗർബല്യങ്ങളില്ലാത്തവനില്ല, അത്ര ഞാൻ പറയുന്നു. ഈ ഇത്തിരി കുടുംബകാര്യം ചോദിച്ചോട്ടെ. ഓ, ഇപ്പോൾ ഷോൺ ജോർജ് പൊതുരംഗത്ത് വളരെ സജീവമാവുകയാണ്. അതെ. ഭാരതീയ ജനതാ പാർട്ടിയുടെ പൊതുപരിപാടികളിലും മുനമ്പം ഭൂസമരം പോലെയുള്ള വിഷയങ്ങളിലും ശ്രദ്ധേയനായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യം. തുടർന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു പിതാവെന്ന രീതിയിൽ ഏതൊക്കെ തരത്തിലുള്ള പിന്തുണ നൽകാൻ സമയം കിട്ടുന്നു? ഞാൻ അവന് പിന്തുണ കൊടുക്കാറില്ല, എതിർക്കാറുമില്ല. അവന് വയസ്സ് 40 കഴിഞ്ഞു. അവൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കാം, ഒരു നിയന്ത്രണവും ഇല്ല. അവനെ വിളിച്ചു ചോദിച്ചു, ഒരു കാര്യത്തിൽ ഞാൻ നിയന്ത്രിക്കാറില്ല, അവന് പോവാം. എന്നെ ആരും നിയന്ത്രിക്കും എനിക്കിഷ്ടമില്ല. അതുപോലെ ഞാനെങ്ങനെ അവനെ നിയന്ത്രിക്കും? ഞാനിങ്ങനെ രാഷ്ട്രീയത്തിൽ പോകാൻ കാരണം എൻ്റെ അപ്പനെ നിയന്ത്രിച്ചില്ല എന്നുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടം പോലെ പോകാനുള്ള സ്വാതന്ത്ര്യം കിട്ടുകൊണ്ട് എങ്ങനെ ആയത്? 7 പ്രാവശ്യം MLA എന്നൊന്ന് ആലോചിക്കണം, ഒരു നിയോജകമണ്ഡലത്തിൽ തന്നെ. ഇത് വേറെ ആരെങ്കിലും ഉണ്ടോ ഉള്ളൂ? അപ്പം എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം വെച്ച് പോകാൻ അവസരം കിട്ടിക്കൊണ്ടാണ്. ഇപ്പോൾ അവനതുപോലെ പോകാം. ഇനിയിപ്പോൾ അവന് MLA ആകാം, ഒരു സ്ഥാന ഇലക്ഷൻ വന്നാൽ മത്സര രംഗത്തുണ്ടാവും. അവൻ BJP തന്നെ എന്നോടൊപ്പം ഉണ്ട്. എന്നോടൊപ്പം നല്ല അവൻ എന്നെയൊക്കെ മിന്നലുണ്ട്. അതെങ്കിലും അത് പറയണമല്ലോ. അടുത്ത തിരഞ്ഞെടുപ്പിൽ അപ്പോൾ ഒരു പ്രതീക്ഷിക്കാം. സംശയം. വെരി ഗുഡ്. എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനലിനായിരിക്കും ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഭാഗ്യം കിട്ടിയത്. ഓക്കെ, ആയിക്കോട്ടെ. ഒരു കാര്യം കൂടെ, ഇത്രയേറെ തിരക്ക് എന്ന് പറഞ്ഞാൽ രാത്രി 2 മണി 3 മണിക്കൊക്കെ ഒന്ന് കിടക്കുന്നു. അതെ, ഇപ്പോൾ ഒത്തിരി കുറവുണ്ടെന്ന് തോന്നുന്നു. MLA അല്ലാത്തത് കൊണ്ട് ഒത്തിരി കുറവുണ്ട്. ആ ഒരു കാലഘട്ടം തിരക്കോട് തിരക്ക്. വീട്ടിൽ വളരെ അപൂർവമായിട്ടായിരിക്കും സഹധർമ്മിണിക്ക് ഒന്ന് കാണാൻ കിട്ടുക. വന്നാലും സംസാരിക്കാൻ, വീട്ടുകാര്യങ്ങൾ പറയാൻ സമയമില്ല, ഒന്നിനും ശ്രദ്ധിക്കാൻ സമയമില്ല. 3 മണി 4 മണിക്ക് ഒന്ന് കിടന്നാൽ 7 മണിയാകുമ്പം ഇവിടെ ആളുകളെ ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ട. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ചേച്ചി പരിഭവം വല്ലതും പറഞ്ഞിട്ടുണ്ട്? എൻ്റെ നിയമം എൻ്റെ കൊണ്ട് ഐശ്വര്യം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയാണ്, ഉഷയാണ്. എന്താണെന്ന് വെച്ചാൽ അവൾ ഇന്ന് വരെ ഒരു പരിഭവം പറയാറില്ല. ചിരിച്ചോണ്ട് പോലും ചെയ്തോളൂ, ചിരിച്ചോണ്ട്, അല്ലാതെ മുഖം കറുത്തെന്നോടും പറയാനില്ല. അത് തന്നെയല്ല, ഞാൻ അങ്ങനെ കല്യാണം കഴിക്കുന്ന രസമുണ്ട്. ഞാൻ MLA ആയിരിക്കും കല്യാണം കഴിക്കുന്നത്, 81-ലാണ്. അത് അവൾ പോയി കണ്ടു. ഒരു അഡ്വക്കേറ്റ് PK മാത്യുവിൻ്റെ മകളാണ്, പറമുണ്ട. അവിടെ വെച്ച് കണ്ടു, സംസാരിച്ചു. അപ്പോൾ അവൾ എനിക്ക് കാപ്പി കൊണ്ടുവന്നു. ആദ്യം കട്ടൻ കാപ്പിയും കൊണ്ടാണ് വന്നേ. ഞാൻ കട്ടൻ കാപ്പി ഒന്ന് കുടിക്കുന്നു. അന്ന് കണ്ടു. അങ്ങനെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഒന്ന്. അത് കഴിഞ്ഞ് ഇനി ഇരിക്കുമ്പം ഈ തുടുപ്പാറക്കറിയാച്ചെന്ന് ഇപ്പോൾ ഇവിടെ വന്നേച്ച് പോരാളുണ്ട്. അങ്ങനെ എന്നോട് ചോദിച്ചു, ആ പെണ്ണെ കെട്ടിയാലെന്നാണ്. ആരെങ്കിലും ഒന്ന് പറയണമെന്ന് വിചാരിച്ചാൽ ഞാൻ നടക്കുന്നു. പ്രേമം ഉണ്ടായിരുന്നു? അങ്ങനെ പറയാൻ പറ്റിയില്ല. എന്നാൽ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എന്നാൽ കെട്ടണമെന്നുള്ളതിന് അതിന് ആരെയും പറയണ്ടേ, വീട്ടിൽ പറയണ്ടേ. അന്നേരം തന്നെ വീട്ടിലറിയിച്ചു. വീട്ടിൽ നിന്ന് അന്നേരം എൻ്റെ കല്യാണം നടന്നു. അങ്ങനെ കല്യാണം ഒരിക്കലും ഒരു പരുവം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. മക്കളുമായിട്ട് ഇപ്പം 2ാമത്തെ മോനെ ഇപ്പോൾ വന്നത്. അവൻ ഡോക്ടറാണ് ഇപ്പം നമ്മുടെ ബിലീവേഴ്സ് ചർച്ചിൽ. മൂത്തവനാണ് ഷോൺ. 2 ആൺപിള്ളേരേ ഉള്ളൂ. കേരളത്തിലെ പ്രഗത്ഭനായ ഹാസ്യ സാമ്രാട്ട് ജഗതി ശ്രീകുമാറിൻ്റെ മകൻ. അതും സോഷ്യൽ മീഡിയ പലതരത്തിൽ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒരു വിവാദത്തിന് പ്രസക്തിയില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിലൊന്നും ഇടപെട്ടതല്ല. എന്നോട് അവൻ പറഞ്ഞുമില്ല. പക്ഷേ പാറുന്ന ഞങ്ങൾ വിളിക്കുന്നത്, അവൾ ഒരു 5-8 പെണ്ണുങ്ങളും കൂടെ ഒരു ദിവസം MLA കോട്ടശ്ശി വന്നു. എല്ലാത്തിനും കയറ്റി ചെയ്തപ്പം എന്നതാ കാപ്പി വേണോ ചായ വേണോ എന്ന് വെച്ചാൽ ഇപ്പം റോസ് മിൽക്ക് എന്ത് വേണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാറു പറഞ്ഞു, ഞങ്ങൾക്ക് റോസ് മിൽക്ക് വേണം. എല്ലാവർക്കും റോസ് മിൽക്ക് കിട്ടി കൊടുത്തു, കുടിച്ചു, സന്തോഷം. അന്നേരം ഈ സ്നേഹം എനിക്കറിയില്ല. ജഗതിയുടെ മകൾ നമ്മൾ പറഞ്ഞുകൊണ്ട് അതറിയാം, ജഗതി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു 6-7 എണ്ണം ഉണ്ടായിരുന്നു. എന്ത് കളിച്ച് വർത്താനം പറഞ്ഞവരെല്ലാം അവിടെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം ജഗതി എന്നെ വിളിക്കുകയായിരുന്നു. ജഗതി പീരുമേട്ടിൽ നിന്ന് എന്നെ വിളിച്ചേ. എന്നോട് ചോദിച്ചാൽ എവിടെയാണ്? ഞാൻ വീട്ടിലായിരുന്നു. ഞാൻ വീട്ടിലുണ്ട്. ഇപ്പം വീട്ടിലുണ്ട്. ഞാൻ പുറത്തോട്ടിറങ്ങി. വീട്ടിലുണ്ടെന്ന് പുറത്തോട്ടിറങ്ങാമെന്ന് തോന്നുന്നു. ഇന്ന് മൊബൈലില്ല. അപ്പോൾ എനിക്കൊന്ന് വന്നാൽ കാണാം. ഞാൻ എന്നെ എപ്പോൾ വരും എന്ന് പറഞ്ഞോ. ഒരു 5 ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാനങ്ങ് പോയി. പുള്ളി വന്നപ്പോഴത്തേക്ക് പുള്ളി 5 മണിയാകുമ്പോൾ വന്നപ്പോൾ പുള്ളി എത്തിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അങ്ങേരാണ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ മകനും എൻ്റെ മകളുമായിട്ട് സ്നേഹത്തിലാണ്. കല്യാണം കഴിക്കാനാണെങ്കിൽ ഉടനെ കഴിക്കാം, ഇല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കണം.
ആ കാര്യത്തിൽ അപ്പൻ്റെ ഇടപെടൽ ആവശ്യമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് അപ്പന്മാരും കൂടി ഒന്ന് ചർച്ച ചെയ്യാൻ വന്നത്. അപ്പം ഇവരുണ്ട് ഇവിടെ, ഷോൺ. ഞാൻ ഇടാമെന്ന് വിളിച്ചു കൂടി ഒന്ന്, ഇങ്ങനെ ഇവരെന്തെങ്കിലും എന്നാ അർത്ഥം, ഞാനുമായിട്ട് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കാനാണോ? അതെ. ഇഷ്ടം എല്ലാവർക്കും വരാമല്ലോ, ഇതിൽ അറിയണമല്ലോ. അതെ. അപ്പോൾ ഞാൻ ചെയ്തോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അവന് ഇഷ്ടം കെട്ടാനാണെന്ന് പറഞ്ഞു. പെണ്ണും സമ്മതമാണെന്ന് പറഞ്ഞ് സ്ഥിതിക്ക് നമുക്കിനി തർക്കം വേണ്ട, നാളെ കെട്ടിച്ചേക്കാമെന്ന് പറഞ്ഞു. നാളെ കഴിഞ്ഞാക്കണ്ടെന്ന് പറഞ്ഞു. ഉടനെ പുള്ളി പറഞ്ഞു 1 കൊല്ലം കഴിയുമെന്ന് പറഞ്ഞു. വെച്ചാൽ അവൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് ഈ രസം വെച്ചാൽ കുറച്ച് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ദിവസം കേരള കൗമുദി പത്രത്തിലാണ് ഫ്രണ്ട് പേജിൽ PC ജോർജിൻ്റെ മകൻ ജഗതിന് മകളെ കെട്ടുന്ന വാർത്ത. അതെങ്ങനെ ചോർത്ത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ന്യൂസിലേക്കകത്തുനിന്ന് ഇടയ്ക്ക് ഇറങ്ങി ക്യാൻറ്റീനിൽ വന്ന വിമാരെല്ലാം അവിടെ വളം ചുറ്റും നിൽക്കുകയാണ്. ഇരുന്ന് ചായ കുടിച്ചുകൊണ്ട് തെറി പറയാമെന്ന് പറഞ്ഞ് ഞാൻ ചായ കുടിക്കാൻ ഇരുന്നു. എല്ലാവരും അവരും ഇരുന്നു, കസേരയെല്ലാം എടുത്തിട്ട്. അപ്പോൾ അവനോട് പറഞ്ഞിങ്ങനെ, എന്നാൽ സംഭവം സത്യമാണോ? ഞാൻ സംഭവം സത്യം, കള്ളം പറയുന്നത് ഇങ്ങനെ നമ്മളോട് അത്രയും സ്നേഹമുള്ള പത്രം, അല്ലെങ്കിൽ പത്രപ്പുറത്ത് കള്ളം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. അവരിവിടെ നിന്ന് സത്യം കണ്ടെത്തുകയില്ല, നമ്മൾ മോശം എന്തിനാണ് കാണിക്കുന്നത്? ഞാൻ ശരിയാണ്, ഡേറ്റൊന്നും നിശ്ചയിച്ചിട്ടില്ല, കാലാവധി പറഞ്ഞിരിക്കുകയാണെന്ന്. അത് മുഴുവൻ എല്ലാം പത്രത്തിൽ വാർത്തയായി. അപ്പോൾ ജഗതി എന്നെ വിളിച്ചു. അത് ഞാൻ പറഞ്ഞ പോലെ 1 കൊല്ലമൊന്നും വേണ്ട, വേഗം നടത്തുകയാണ്, ജനം മുഴുവൻ അറിഞ്ഞു പോയെന്ന്. ആയിക്കോട്ടെന്ന് അങ്ങനെ വന്ന് തിരിച്ച് കല്യാണം കഴിച്ചു. പൂഞ്ഞാറിൽ അടുത്ത തവണ ഷോണാണെന്ന് അങ്ങ് അർത്ഥശങ്കയ്ക്ക് വകയില്ലാതെ? ഇല്ല, പൂഞ്ഞാറിന് ഞാൻ നിന്നില്ല. അടുത്ത തവണ BJPയുടെ സ്ഥാനാർത്ഥിയായിരിക്കും അവനെന്ന് ഞാൻ പറഞ്ഞു. പൂഞ്ഞാറെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വേറൊരു ചെറിയ കാര്യം കൂടെ ചോദിച്ചോട്ടെ. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അങ്ങ് അല്ല, അതായത് ഈ സ്ഥാനാർത്ഥിത്വം പറയാൻ എനിക്ക് അവകാശമില്ല. പറയേണ്ടത് BJPയുടെ പാർലമെൻ്ററി ബോർഡാണ്. സ്വാഭാവികമായി ഞാൻ BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ ഇവരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി അംഗീകരിക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇതിനിടയ്ക്ക് ചില വാർത്തകൾ ചില സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു, അങ്ങ് ഗവർണർ സ്ഥാനത്തേക്ക് അങ്ങേ പരിഗണിക്കുന്നുണ്ട്. തെറ്റ്. കാരണം എന്ന് വെച്ചാൽ ഗവർണർ സ്ഥാനത്തെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു 4-5 മാസം മുമ്പാകുമായിരുന്നല്ലോ. എനിക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ. ഞാൻ ഒരിക്കലും ഒരു ഗവർണറാകാൻ ആഗ്രഹിക്കുന്നില്ല, എന്നോട് തെറ്റിദ്ധരിക്കരുത്. അതോടെ ഞാൻ പെൻഷനായിന്ന്. അതെ, തീർച്ചയായും. മരിക്കുന്നിടം വരെ പൊതുപ്രവർത്തനം മുടങ്ങിയിരിക്കുന്ന തോന്നുന്നു. ദേശീയ കമ്മിറ്റിയിലൊക്കെ ചില ആളുകളെ ചില പാർട്ടികൾ വിടുന്ന പോലെ നാഷണൽ കമ്മിറ്റിയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അങ്ങനെ എന്നെ വേസ്റ്റ് ബോക്സ് അത്. ശരി, ഓക്കെ. അപ്പം ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ പുതിയൊരു ചർച്ച കേരളത്തിൽ നടക്കുകയാണ്. 2018 പാലിയേക്കര ടോൾ വഴി അങ്ങ് യാത്ര ചെയ്തപ്പോൾ ആ ടോളിലുണ്ടായ അങ്ങേക്ക് ഇഷ്ടപ്പെടാത്ത ചില സംഭവങ്ങൾ, ആ ടോളിൻ്റെ ബാരിക്കടക്കൊണ്ട് പൊളിച്ചു കളഞ്ഞു. അന്ന് കേരളത്തിലെ ജനത അങ്ങേക്ക് വേണ്ടി കൈയടിച്ചിട്ടുണ്ട്. വിവാദങ്ങളുണ്ടാക്കി ഒരു ആക്ഷേപം പറഞ്ഞവരൊക്കെ അവിടെ നിൽക്കട്ടെ, ധൈര്യമായി മുണ്ടും മടക്കി കുത്തിച്ചെന്ന് അവിടുന്ന് പൊളിച്ച് എടുത്തിട്ട് വണ്ടി കയറ്റി വിടുന്ന ഒരു കാഴ്ചകൾ. കാരണം ജനങ്ങൾ എത്രയോ കാലമായിട്ട് അനുഭവിക്കുന്ന വലിയൊരു ദുരന്തം, അതിനെതിരായ പ്രതിഷേധമായിരുന്നു അത്. അതവിടെ നിൽക്കുന്നു. ആ സമയം ഇപ്പോൾ പുതിയൊരു ബാധ്യത കേരളീയ സമൂഹത്തിൻ്റെ തലയിൽ കേരള ഗവൺമെൻറ് അടിച്ചേൽപ്പിക്കാൻ പോവുകയാണ്. കിഫ്ബി റോഡുകളിലെല്ലാം ടോൾ പിരിക്കാൻ പോകുന്നു. എങ്ങനെ നോക്കി കാണുന്നത്? ഒരു കാരണവശാലും അനുകൂലിക്കാൻ കഴിയില്ല. ശക്തമായി അതിനെ എതിർക്കും, ഒരു സംശയം വേണ്ട. ഇത് പ്രശ്നം എന്ന് വെച്ചാൽ തോമസ് ഐസക് ആകാൻ എല്ലാവർക്കും പറ്റുമോ? ഐസക്ക് ഈ കിബി കൊണ്ടുവന്നപ്പം ഞാനുമായിട്ടാണ് തർക്കം ഉണ്ടായ നിയമസഭയിൽ. ഐസക്ക് പറയട്ടെ, ഭയങ്കര തർക്കം ഉണ്ടായ ഇഷ്യൂ. കിബിയുടെ പണം ഇവിടെ തിരിച്ചടയ്ക്കും, നിങ്ങൾ അടയ്ക്കേണ്ട, ഈ സ്റ്റേറ്റ് അടയ്ക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചതാണ്. അത് ചോദിച്ചാൽ നിയമസഭ റെക്കോർഡ് എടുത്തോളൂ. ഞാനും ഐസക്ക് നമ്മൾ തർക്കം ഒരു 15 മിനിറ്റ് ഞങ്ങൾ ഡയറക്റ്റ് അങ്ങോട്ടും തർക്കമായിരുന്നു. അന്ന് ഐസക്ക് പറഞ്ഞു തന്നെ ഒരു ടോളും വേണ്ടി വരികയെന്നാണ് പറഞ്ഞു. ഇപ്പോൾ ഐസക്ക് കഴിഞ്ഞ ദിവസം ഇങ്ങനെ തലയിൽ ഈ തല ഇങ്ങനെ തപ്പിക്കൊണ്ടാണ് പറഞ്ഞത്. അത് കാലം മാറിയെന്ന്. ഇങ്ങനെ 5 കൊല്ലം കൊണ്ട് കാലം മാറിയോ? 3 കൊല്ലം കഴിയുമ്പോൾ കാലം മാറിയോ? ഈ കിബിയുടെ പണം വാങ്ങിയപ്പോൾ ഓർക്കണ്ടേ ഇത്. അതുകൊണ്ട് കിബിക്ക് വേണ്ടി ഒന്ന് ആലോചിച്ച് 100 മീറ്റർ ടോൾ ഉണ്ടാക്കാന്ന് എവിടെ പോയി നിൽക്കും ഇത്? ഒരു കാരണവശാലും സമ്മതിക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, അതിൽ പ്രതിപക്ഷ VD സതീശൻ പറഞ്ഞ കാര്യത്തെ 100% യോജിക്കുകയാണ്. BJPയുടെ അഭിപ്രായം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. സുരേന്ദ്രൻ ഈ അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ അഭിപ്രായം പറയാനേ എനിക്ക് അവകാശമുള്ളൂ. അവകാശമുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഞാൻ 100% അവരുടെ അഭിപ്രായം കൂടി യോജിക്കുകയാണ്. ശ്രീ PC ജോർജ് എന്ന് പറയുന്ന ജനകീയനായൊരു നേതാവ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പക്ഷത്തേക്ക്, NDA ഭാഗത്തേക്ക് കടന്നു വന്ന ശേഷം കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് വലിയൊരു അനുകൂല നിലപാട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണെന്ന്. 100%. അതാണല്ലോ എൻ്റെ ദൗത്യം.
പ്രത്യേകിച്ച് BJP എന്ന് പറയുമ്പോൾ ഹിന്ദു വർഗീയവാദിയുടെ പാർട്ടിയാണെന്ന് ഉള്ള തെറ്റിദ്ധാരണ അടിച്ചേൽപ്പിച്ച് മനുഷ്യൻ കളിപ്പിച്ചുകൊണ്ടല്ലേ പോകുന്നത്. ഇത് മാറ്റേണ്ടത് ആവശ്യമല്ലേ? ഞാൻ ചേർന്നപ്പോൾ ന്യൂനപക്ഷങ്ങൾ ചേരാമെന്ന് വന്നല്ലോ. എന്നോടുള്ള BJPയുടെ നേതൃത്വത്തിൻ്റെയും പ്രവർത്തകരുടെയും ബന്ധവും സ്നേഹവും കാണുമ്പം ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുപോലെ കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികൾക്ക് അത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പിതാക്കന്മാർക്കൊക്കെ അത് ബോധ്യമായിട്ടുണ്ട്. ഇനിയും ശക്തമായി ഇടപെടുന്നുണ്ട്. കേരളത്തിൽ ഒരു ക്രിസ്ത്യാനിയില്ല ക്രിസ്ത്യാനിയും BJPക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള എൻ്റെ ലക്ഷ്യം. അത് ഞാൻ സാധിച്ചിരിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി ഒരു സംശയമുണ്ട്. ഒരു 30-ന് മുകളിൽ സീറ്റ് ഞങ്ങൾ പിടിക്കും. നോക്കിയോ, 30-ന് മുകളിൽ ധൈര്യമായിട്ടുണ്ട്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഗതികേടി ഉമ്മാരുടെ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് വട്ടപൂജ്യം 70 ഒരെണ്ണം മേടിക്കണ്ടേ. കോൺഗ്രസെ പിരിച്ചുവിടൂ, എൻ്റെ അഭിപ്രായം. 1. 2, കേജ്രിവാളിൻ്റെ അഭിനയം കളവാണെന്ന് ഡൽഹിയിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഈ വഖഫ് നിയമം പാർലമെൻറ്റ് അതിനെതിരായിട്ട് ചില ഭേദഗതികളുണ്ടെന്ന് പാസ്സാക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു. കേരളത്തിലെ MP-മാരും കേരള രാഷ്ട്രീയവും ഇടതും വലതും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ എതിർക്കുന്നു. അതിനകത്ത് എന്താണ് വസ്തുത? ഈ വിവരം കേട്ടന്മാരെ പറ്റി എന്നാ പറയാൻ അങ്ങനെ ഒരു വാക്ക് എന്നോട് ക്ഷമിക്കണം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് E.D. സതീശൻ, അയാളെപ്പറ്റി നല്ലത് ഇപ്പോൾ പറഞ്ഞുള്ളൂ കേട്ടോ. ബാക്കി അയാളുടെ സ്വഭാവം അല്ല. അവിടെ മുൻപത്ത് പോയി പറഞ്ഞു വഖഫ് നിയമം എന്താണെങ്കിലും ഇവിടുത്തെ മുനമ്പൻ ജനതയെ ഞങ്ങൾ സംരക്ഷിക്കും, ഒരാളെ ഇറക്കിടാൻ അനുവദിക്കുക. എന്നുവെച്ചാൽ അവിടുന്ന് പ്രസംഗിച്ച് പിറ്റേ ദിവസം ന്യൂസ് വന്ന് പിണറായി വിജയൻ്റെ പ്രമേയം വഖഫ് ഭേദഗതിനെ എതിർക്കുന്നുള്ളവർ അതിന് കൈപൊക്കി കൊടുക്കുക. എന്ത് ന്യായം? വഖഫ് ഭേദഗതി നിയമം പാസ്സാകാതെ മുൻപത്തെ ജനതയ്ക്ക് എങ്ങനെ സംരക്ഷണം കിട്ടും? കുംഭമേള നടക്കുന്ന സ്ഥലം വരെ വഖഫാണെന്ന് പറയുന്നത്. മോളെ സീതാദേവി ജനിച്ച നാട് അത് വഖഫ്. എപ്പോഴാണ് ഈ വഖഫ് ഉണ്ടായേ? നബി എന്ന് പറയുന്ന ആൾ ജനിച്ചിട്ട് 1700 കൊല്ലമായില്ല. അപ്പോഴാ 7000 കൊല്ലം പോലത്തെ ചരിത്രമാണ് സീതയുടെയും ശ്രീരാമൻ്റെയും. ആ ഭൂമി വഖഫാന്ന് പറഞ്ഞു. ഇവനൊക്കെ എന്നെ തല്ലിക്കൊന്ന് ആറ്റിട്ടുണ്ട് അല്ലാന്നത് വിവരക്കേട് പറഞ്ഞു കിടക്കും. ഇത് മുസ്ലിങ്ങളെ നശിപ്പിക്കുക. ഈ വഖഫ് നിയമം ആർക്ക് ഏറ്റവും എതിരെന്നറിയാം? മുസ്ലിങ്ങൾക്കാണ്. 9000-ഓളം കേസാണ് ഇപ്പം മുസ്ലിംക്കെതിരെ എടുത്തിരിക്കുന്നത്. വഖഫ് മുഴുവൻ 9000 മുസ്ലിങ്ങളെ. നമ്മുടെ ചാവക്കാട് 42 പേർക്ക് നോട്ടീസ് വെച്ചു മുസ്ലിം ഈ ബോർഡ്. 40 പാവപ്പെട്ട മുസ്ലിങ്ങളാണ്. എന്നാ കാര്യം? അവന്മാർക്ക് അവിടെ ഒരു പള്ളി പണിയാൻ, പിന്നെ എന്നെ ഗസ്റ്റ് ഹൗസൊക്കെ ഉണ്ടാക്കാൻ, വഖഫ് ബോർഡിന് ഗസ്റ്റ് ഹൗസ് ഉണ്ടാക്കാൻ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ സ്ഥലം വേണം. പിന്നെ വഖഫാക്കി 40 മുസ്ലിങ്ങളുടെ നോട്ടീസ് പുറക്കാതെ. മുടിഞ്ഞ നിയമം. ഇതാരാ ഉണ്ടാക്കി ഈ നിയമം ഒന്ന് ആലോചിച്ച്. നെഹ്റു എന്ന് പറയുന്ന മുസ്ലിമായത് ഉണ്ടാക്കിയത്. നെഹ്റു മുസ്ലിം ആയിരുന്നല്ലോ. നെഹ്റുവിൻ്റെ വല്യപ്പൻ മുസ്ലിമാണെന്ന് ആർക്കും തർക്കമില്ല. ഇപ്പം നെഹ്റു മുസ്ലിമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് തർക്കമുള്ളത് തർക്കിച്ചോണ്ട് എനിക്ക് തർക്കമില്ല. പക്ഷെ വേറൊരു കാര്യമാണ്, ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് നാട് പാകിസ്ഥാനിലോട്ടായി വിട്ടുപോയ ഭൂമി മുഴുവൻ ഇന്ത്യ ഗവൺമെൻറ് വകയാണ്. നെഹ്റു അല്ലേ വഖഫ് ബോർഡിന് ഭൂമിയെല്ലാം കൂടെ വിട്ടുകൊടുത്തത്? എന്താ ന്യായമായിട്ട് വിട്ടുകൊടുക്കാൻ? പ്രധാനമന്ത്രിയായിട്ട് ആരും മിണ്ടിയില്ല. പട്ടേലായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ വഖഫ് ബോർഡ് കാണുമോ അവിടെ? നെഹ്റുവിന് മുമ്പ് വഖഫ് സാധനമൊന്നും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു വിലയില്ല, ആരും ഇല്ലായിരുന്നു. ഈ നെഹ്റു ഈ ഭൂമി മുഴുവൻ കൂടെ വഖഫ് ബോർഡ് കൊടുത്തപ്പം ഇന്ത്യയിലെ 3ാമത്തെ വസ്തു ഉടമയായിട്ട് വഖഫ് ബോർഡ് മാറി. മനസ്സിലായില്ലേ? 1ാമത്തത് റെയിൽവേയാണ്, 2ാമത്തത് നമ്മുടെ പട്ടാളം, 3ാമത്തത് വഖഫ് ബോർഡാണ്. എന്തായാലും PC ജോർജ് എന്ന് പറയുന്ന വ്യക്തിത്വം ആളുകൾ പറയുന്നു മാടമ്പിയാണ്, ചട്ടമ്പിയാണ്, എവിടെയും എടുത്തിയാടി ആരോട് മുഖത്തടിച്ച്. ഞാൻ അയച്ച ചട്ടമ്പിയ ഞാൻ എതിർക്കുന്നില്ലെന്ന്. ചട്ടമ്പികളെടുത്ത് ചട്ടമ്പി, മാന്യന്മാരെടുത്ത് മാന്യൻ. എൻ്റെ അടുത്ത് മാന്യമില്ല പറഞ്ഞാൽ പോടാന്ന് പറയും. ആരും മൈൻഡ് ചെയ്യില്ല. അടുത്ത നിയമസഭയിൽ, കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയിൽ PC ജോർജ് ഉണ്ടാകും. അത് കാലം തെളിയിക്കണം. അത് ജനം നിശ്ചയിക്കട്ടെ. എനിക്ക് പറയാൻ പറ്റില്ല. പാർട്ടിയും ജനവും പറയുന്നുണ്ട്. ഞങ്ങളോടൊപ്പം, ഞങ്ങളുടെ പ്രേക്ഷകരോടൊപ്പം എന്താണ് പ്രേക്ഷകരോട് ഞങ്ങൾ പറയാനുള്ളത്? ആദ്യമേ ഇതിൻ്റെ ആമുഖത്തിൽ ദേവൻ പറഞ്ഞതുപോലെ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനുഭവമാണ് രാഷ്ട്രീയക്കാർ. ഒരു സംശയം വേണ്ട. ഞാനിങ്ങനെ ജീവിക്കാൻ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ടങ്ങ് പോകുന്നു. അതുപോലെ എത്ര പേരുണ്ട്, അവരുടെ ജീവിതത്തിൽ എത്ര വേദനിക്കുന്നതാണ്, എത്ര ദുഃഖിക്കുന്നതാണ്. ഇതൊന്നും കാണാൻ ആരുമില്ല. അവരെ പുച്ഛിക്കാനും അവരെ അപമാനിക്കാനും അവരെ മോശക്കാരാക്കാനും എല്ലാവരും ഉണ്ട്. കള്ളനെന്ന് വിളിക്കാൻ, കള്ളനും വിളിക്കും. അവർ എന്തെങ്കിലും കാര്യം കാണാൻ ഓടിച്ചെന്ന് അവരുടെ കാലയിൽ നക്കുകയും ചെയ്യും. അത് നമ്മുടെ പൊതുജനത്തിൻ്റെ മഹത്വം എന്നല്ലാതെ എന്നെ പറയുന്നത്.
പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാര്യങ്ങൾ ഇതേപടി സത്യസന്ധമായി അവതരിപ്പിച്ച് മുന്നോട്ട് പോകാൻ 91 ന്യൂസ് അതെ. ഇല്ലേ അതെ. നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. നല്ലതിനെ പോകണം നിങ്ങൾ ദൈവത്തെ ഓർത്ത് രാഷ്ട്രീയക്കാരൻ്റെ പുറകെയോ മതമേലധ്യക്ഷന്മാരുടെ പുറകെയോ ഒന്നും നടക്കരുത്. എല്ലാവരും തുല്യമായി കാണുക. പൗരാവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതുന്നവരായിരിക്കണം. തീർച്ചയായിട്ടും എല്ലാ പാവങ്ങളും ആശംസിക്കുന്നു, നന്മകൾ നേരുന്നു. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എളിവനെ ഒരു പൊതുപ്പുറത്ത് എന്നതിലുള്ള എല്ലാ സഹായവും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. താങ്ക് യു സാർ. താങ്ക് യു. കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഹോട്ടലുകൾ, വെഹിക്കിൾസ്, ഇന്ത്യയിലും വിദേശത്തും തെരഞ്ഞെടുക്കാനായി ഒട്ടനവധി ടൂർ പ്ലാനുകൾ, മികച്ച സേവനത്തോടൊപ്പം മിതമായ നിരക്കും ഉറപ്പു നൽകിക്കൊണ്ട് റോയൽ കേരള ഹോളിഡേസ് നിങ്ങൾക്കരികിലുണ്ട്. ടൂർ പ്ലാനിംഗ് മുതൽ തിരിച്ചെത്തുന്നതുവരെ ഒരു പ്രൊഫഷണൽ ടൂർ എക്സിക്യൂട്ടീവിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക റോയൽ കേരള ഹോളിഡേസ്, കൊച്ചിൻ ആൻഡ് പുനലൂർ. ഫോൺ നമ്പർ 9074498578.